വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ വീണ്ടും തുറന്നു. അങ്ങനെ നമ്മളത് പർച്ചേസിങ്ങിന് പോവുകയാണ്. എനിക്ക് ഏറ്റവും വലിയ കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പ് എടുക്കുന്ന കാര്യത്തിലാട്ടോ. അത് സൂട്ടാവണ്ടേ നമുക്ക് ഒന്നങ്ങട്. അങ്ങനെ അത് സെറ്റായതിനു ശേഷം ഇതാ ബുക്കൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 6 ബുക്ക് വേണ്ടി വരും. ഇനിയിപ്പോൾ ബുക്ക് പൊതിരാൻ വേണ്ടി നമുക്ക് ബ്രൗൺ പേപ്പറൊക്കെ വേണം കേട്ടോ. അപ്പോൾ അത് തപ്പിത്തരാണ് ഇതില്ല കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. എല്ലാ പ്രാവശ്യം ഒരേ കളർ പേപ്പറായിട്ട് പൊതിഞ്ഞ കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു ദിവസം മാറ്റി പിടിക്കേണ്ട അയച്ചിട്ട് ഞാനിതാ വേറെ ഒരു ബ്രൗൺ പേപ്പർ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭയങ്കര കൺഫ്യൂഷനിലാട്ടോ ഞാനും തപ്പി 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 അങ്ങനെ ഒരു ഇതിൽ നിന്നു കേട്ടോ. അവസാനം എന്തായാലും ഇതന്നെ ഉറപ്പിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അതിലേക്കുള്ള വേറെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ. അപ്പോൾ അവിടെ നോക്കുമ്പോൾ അങ്ങനെ അതിലേക്ക് വേണ്ട പേനയും പിന്നെ കാൽക്കുലേറ്റർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണം. പിന്നെ ഞാൻ ബ്രൗൺ പേപ്പർ തപ്പും കേട്ടോ ഇതിൻ്റെ ഒന്നുകൂടി കിട്ടാൻ. പിന്നെ നോക്കുമ്പോൾ അത് അവിടെ നല്ല അടിപൊളി കൂളിംഗ് ഗ്ലാസ് കണ്ടു കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, അത് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ അടുത്ത ടൂറിന് പോകുമ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലത്തെ സൺഗ്ലാസ് ഒക്കെ വാങ്ങുന്നതായിരിക്കും. അതുവരേക്കും ഞാനതവിടെ വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴാട്ടോ ഒരു ഉഗ്രം ബാഗ് എൻ്റെ കണ്ടുപെട്ടത്. എന്തായാലും അതിൻ്റെ ഒരു 2-3 കളർ ചേഞ്ച് ഞാൻ കണ്ടു. അതൊക്കെ ഒന്ന് തോളിലിട്ട് നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു അതൊന്നും വേണ്ട, എന്തായാലും ബാഗ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ പുതിയൊരു ബാഗ് വാങ്ങിയിട്ടേ ഉള്ളൂ, അത് അധികം ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിലെത്തിയിട്ട് ഇത് പൊതിയിടലൊക്കെ ആയിട്ടോ മിക്കവാറും പണി. എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഞാനായിട്ടോ പൊതിരാറ് എല്ലാ പ്രാവശ്യമൊക്കെ. അപ്പോൾ ചെറിയ ചെറിയ സഹായത്തിന് അമ്മയും വരും. അപ്പോൾ നമുക്കറിയാത്തൊക്കെ അമ്മ പറഞ്ഞു തരുമല്ലോ. അങ്ങനെ ഞാൻ പൊതിയിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് ഒന്നൊന്നര സന്തോഷത്തിലാട്ടോ ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണിയൊക്കെ വേഗം തീർത്തിട്ട് വേണം നമുക്ക് ഇനി അടുത്ത പണിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് യൂണിഫോം ആട്ടോ രാവിലെ പോകുമ്പോൾ ഇടണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ യൂണിഫോമൊക്കെ ഇസ്തിരിയിട്ട് സെറ്റാക്കി വെക്കണം നാളെ രാവിലത്തേക്ക്. നാളെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് അടിച്ച് പൊളിച്ച് പോകുമെന്ന് വിചാരിച്ചപ്പോൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ട് നാളെ യൂണിഫോം ഇട്ടിട്ടേ സ്കൂളിലേക്ക് വരാൻ പറ്റുള്ളൂ. പകച്ച് പോയ എൻ്റെ ബാല്യം അന്ന്. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോയിട്ട് വരാട്ടോ ഗായ്സ്. അതടിക്കുമ്പോൾ ബൈ.